നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് വീണ്ടും കർത്താവ് ഒരാശ്രമം തന്നല്ലോ. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഈ നാളുകളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ഉപമകളെ പറ്റിയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് അടുത്ത ഉപമയിലോട്ട് പ്രവേശിക്കാം. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ഉപമകളെ പറ്റിയാണ് ചിന്തിച്ചത്. ഇന്ന് അതിൽ പറയുന്ന രണ്ടാമത്തെ ഉപമ നമുക്ക് ചിന്തിക്കാം. 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങൾ. അവിടെ നാം ഇപ്രകാരം കാണുന്നത്: അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സാദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ വിശദീകരണം 36 മുതൽ 43 വരെയുള്ള ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്. നാം ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കും വളരെ എളുപ്പമാണ്. അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഈ രണ്ട് ഭാഗങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ നാം കർത്താവ് പറഞ്ഞായിരിക്കുന്ന ഉപമകളെപ്പറ്റി ചിന്തിച്ച് വരുന്നത് കൊണ്ട് ഈ ഉപമയെ നമുക്ക് അല്പം സമയത്തേക്ക് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നത്, നല്ല വിത്ത് വിതച്ചവൻ, ആ വ്യക്തി മനുഷ്യപുത്രനാണ്, അഥവാ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. വയൽ എന്ന് പറയുന്നത് ലോകം എന്ന് കർത്താവ് പറയുന്നു. നല്ല വിത്ത് അത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, അഥവാ ദൈവവചനം അനുസരിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. കള എന്ന് പറയുന്നത് ദുഷ്ടൻ്റെ പുത്രന്മാർ, അഥവാ പിശാചിൻ്റെ മക്കൾ, വചനം അനുസരിക്കാത്തവർ. ശത്രു എന്ന് പറയുന്നത് പിശാച്. ദാസന്മാർ എന്ന് പറയുന്നത് ശ്വാസ സമൂഹം, അല്ലെങ്കിൽ ദൂതന്മാരൊക്കെ പറയാറുണ്ട്. കൊയ്യുന്നവരെ പറ്റി ഇവിടെ പറയുന്നത് അത് ദൂതന്മാരാണ് എന്ന് കർത്താവ് പറയുന്നു. കള അവസാനം തീയിലിടുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അത് ദുഷ്ടന്മാരെ വേർതിരിച്ച് കാലാവസാനത്തെങ്കിൽ ന്യായം വിധിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗോതമ്പ് കൂട്ടിവെക്കുന്നതിനെ പറ്റി പറയുന്നു. അത് നീതിമാന്മാരെ ദൈവരാജ്യത്തിൽ കൂട്ടിച്ചേർക്കും. ഇതാണ് കർത്താവ് അതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് അല്പമായിട്ട് കടന്നു പോകാം. അധിക സമയം ഞാൻ എടുക്കുകയില്ല, വളരെ വേഗത്തിൽ ഇത് അവസാനിപ്പിക്കും. ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചിരിക്കുന്നു എന്നവിടെ കാണുകയാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കി, നമ്മുടെ കർത്താവ് തന്നെയാണ് ഇവിടെ പറയുന്ന മനുഷ്യൻ. വിത്ത് വിതച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം വയലിലാണ്, അതായത് ലോകമാകുന്ന വയലിൽ. സഭയല്ല, ലോകമാകുന്ന വയലിലാണ് കർത്താവ് ഇവിടെ പറയുന്ന വിത്ത് വിതച്ചത്. ഈ ലോകം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് സാത്താൻ്റെ ഭരണത്തിന് കീഴിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ലോകം ഒരിക്കലും സാത്താൻ്റെ അല്ല, അത് ദൈവത്തിൻ്റെ സ്വത്താണ്. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചത്
അത് ദൈവമാണ് സൃഷ്ടിച്ചത് നമുക്കറിയാം. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ പാപത്തിൻ്റെതായിരിക്കുന്ന കടന്നുകയറ്റം ഉണ്ടായി. അത് ഫലമായിട്ട് ലോകവും ഈ ശാപം ഏറ്റുവാങ്ങി നിൽക്കുകയാണ്. ലോകവും ശപിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തെ, അതിലുള്ളതിനെയും ദൈവം പൂർവാധികം വീണ്ടെടുക്കുന്നതായിരിക്കുന്ന ഒരു സമയം ഉണ്ടാകും. റോമാലേഖനം 8:22 നാം വായിക്കുന്ന പ്രകാരമാണ്, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവിനായി കാത്തിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, ഒരു ഉദ്ധാരണത്തിന് വേണ്ടി, അതാണ് ഈറ്റുനോവെന്ന് പറയുന്നത്, ഒരു വിടുതലിന് വേണ്ടി ഈ പ്രപഞ്ചം ഇങ്ങനെ കാത്തിരിക്കുക, ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഒരിക്കൽ ഇതിനൊരു വീണ്ടെടുപ്പ് ഉണ്ടാകും. ഇവിടെ 38-ാം വാക്യത്തിൽ കർത്താവ് വിശദീകരിക്കുന്നത്, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നു, കള ദുഷ്ടൻ്റെ പുത്രന്മാർ എന്നവിടെ പറയുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവ് രാജ്യത്തിൻ്റെ പുത്രന്മാരെ, അഥവാ ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിച്ചവരായിരിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നു? ലോകത്തിൽ അത് വിതച്ചു, അവരെ ലോകത്തിലാക്കിയിരിക്കുകയാണ്. വ്യക്തമായി പറഞ്ഞാൽ, അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്ന തൻ്റെ പുത്രന്മാരെ ലോകത്തിൻ്റെ ഫലഭാഗത്തായിട്ട് ചിതറിച്ചു. അവരെ എവിടെയൊക്കെ ദൈവം നട്ടുവോ അവിടെ നന്നായി വളരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അവർ വിശ്വസ്തരും വളരുന്നവരും ഫലഭൂഷ്ടിയുള്ളവരും ആയിരിക്കണം എന്നതാണ് നട്ടിരിക്കുന്ന യജമാനൻ്റെ ആയിരിക്കുന്ന ആഗ്രഹം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ആകസ്മികമായിട്ടല്ല അതാത് സ്ഥലങ്ങളിലായിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവികമാവുന്ന നിയമനമാണ് ദൈവജനത്തെ ലോകത്തെ നലഭാഗങ്ങളായിട്ട് ആക്കിയിരിക്കുക എന്ന് പറയുന്നു. എവിടെല്ലാം അവരെ നട്ടിരിക്കുന്നുവോ അവിടെ അവർ നന്നായി ശോഭിക്കണം, നന്നായി വളരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആയിരിക്കേണ്ട പദ്ധതി. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ എങ്ങനെയാണ് ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ ദൈവജനത്തെ എവിടെല്ലാം ദൈവം നട്ടിരിക്കുന്നുവോ അവരുടെ ഇടയിൽ, ലോകത്തിൻ്റെ ഇടയിൽ, ലോകജനത്തിൻ്റെ ഇടയിൽ എവിടെല്ലാം ദൈവം നട്ടിട്ടുണ്ടോ അവരെങ്ങനെ ആയിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവജനം എവിടെല്ലാം ആയിരിക്കുന്നു അവർ മിന്നുന്ന ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പദ്ധതി എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് നിങ്ങളെപ്പറ്റിയുള്ളായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. നമ്മളെല്ലാവരും ലോകത്തിലാക്കിയിരിക്കുകയാണ്. എവിടെ നാം ആയിരിക്കുന്നു അവിടെ കർത്താവിന് വേണ്ടി ശോഭിക്കുക എന്നുള്ളതാണ്. 25-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊക്കളഞ്ഞു. അവിടെ ശ്രദ്ധിക്കണം, ആരാണ് ഉറങ്ങിയത്? ആരാണ് ഉറങ്ങിയത്? മനുഷ്യർ ഉറങ്ങി എന്ന് പറയുന്നു. വിത്ത് വിതച്ചതാരാണ്? മനുഷ്യൻ, ഒരു മനുഷ്യൻ. ഉറങ്ങിയതാരാണ്? മനുഷ്യർ. അപ്പോൾ ഇവിടെ മനുഷ്യർ ഉറങ്ങി എന്നാണ് വായിക്കുന്നത്. മനുഷ്യർ വിതച്ചത് ദൈവമാണ് എന്ന് മനസ്സിലാക്കി. വിതച്ചത് ഒരാളാണ്, അത് ദൈവമാണ് വിതച്ചത്. വിതച്ച ആളല്ല ഉറങ്ങിയത്. ആരവൻ ഉറങ്ങുന്നത്? മനുഷ്യർ ഉറങ്ങിപ്പോയി. വിതച്ചയാൾ സർവശക്തനായ ദൈവമാണ്. ഈ ദൈവത്തിന് ഉറങ്ങുവാനായിട്ട് പറ്റുകയില്ല. 121-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് എന്താണ്? നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലനം മയങ്ങുകയുമില്ല ഉറങ്ങുകയില്ല. അപ്പോൾ ദൈവം അല്ല ഇവിടെ ഉറങ്ങിയത്, മറിച്ച് മനുഷ്യർ ആണ് ഉറങ്ങിയത് എന്നാണ് ഇവിടെ കർത്താവ് വിശദീകരണം നൽകുമ്പോൾ പറയാം. അപ്പോൾ ഉറങ്ങിയ മനുഷ്യർ ന്യായമായിട്ടും ആരായിരിക്കണം?
ഈ ഭൂ ഉടമയായിരിക്കുന്ന യജമാനൻ്റെ സ്വന്തം ദാസന്മാരാണ് ഉറങ്ങിയിരിക്കുന്നത്. അവൻ്റെ ദാസന്മാർ ഉറങ്ങി. അവരെ 38 വാക്യത്തിൽ വിളിക്കുന്നത് രാജ്യത്തിൻ്റെ പുത്രന്മാരെന്നാണ്, അഥവാ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ. അവർ ഉറങ്ങിപ്പോയി, ദൈവത്തിൻ്റെ ദാസന്മാർ ഉറങ്ങിപ്പോയി. സ്വാഭാവികമായിട്ട് മനുഷ്യർ ഉറങ്ങുന്നത് രാത്രിയാണ് മനുഷ്യൻ വിശ്രമിക്കുവാനായിട്ട് ഉള്ളത്. ഒരിക്കലും യജമാനൻ വന്ന് രാത്രിയിലും നിങ്ങൾ ഉണർന്നിരിക്കണം എന്ന് ആവശ്യപ്പെടുകയില്ല. കാരണം അവർക്ക് ഉറങ്ങാനുള്ള സമയം രാത്രിയാണ്. അപ്പോൾ യജമാനൻ വന്നിട്ട് ഒരിക്കലും അവരോട് ചോദിക്കുന്നില്ല രാത്രിയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഉറങ്ങിപ്പോയി എന്ന് ചോദിക്കുന്നില്ല. മനുഷ്യർക്ക് ഉറക്കം ആവശ്യമാണ്. പക്ഷേ മനുഷ്യരെല്ലാവരും ഉറങ്ങിയപ്പോൾ അവൻ ശത്രു വന്ന് എന്തു ചെയ്യുന്നു? ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി. അവൻ്റെ ശത്രു, ഈ അവൻ എന്ന് പറയുന്ന ആരാണ്? യജമാനനാണ്. ആ യജമാനൻ്റെ ശത്രു ആണ് എന്ത് ചെയ്യുന്നത്? കള വിതച്ചിട്ട് പോയി. ആ യജമാനൻ്റെ ശത്രു ആരാണ്? സാത്താൻ വന്നിട്ട് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നടന്നിട്ടുള്ള സകല ദുഷ്പ്രവൃത്തികളും സകല അനീതിയും രാത്രി കാലങ്ങളാണ് നടക്കുന്നത്. എല്ലാ അധാർമികതയും എല്ലാ അനാശാസ്യവും എല്ലാ പ്രശ്നങ്ങളും യുദ്ധങ്ങളും എല്ലാം നടക്കുന്നത് രാത്രികാലങ്ങളാണ്. ഇന്ന് വെളുപ്പിന് 1:15 ഗോവിന്ദച്ചാമി എന്ത് ചെയ്തു? ജയിലിയാടി. അതും ഇരുട്ടിൻ്റെ മറവിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും രാത്രിയുടെ മറവിലാണ് നടക്കുന്നത്. എന്തിനായിരിക്കാം ഒരുപക്ഷെ ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചത്? ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. എന്തുകൊണ്ടാണ് യജമാനൻ നട്ടതായ ഈ ഗോതമ്പിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് കള വിതച്ചത്? അവന് വേറെ എത്രയോ സ്ഥലമുണ്ടായിരുന്നു, വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ടായിരുന്നു, നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഗോതമ്പിൻ്റെ ഇടയിലോട്ട് കൊണ്ട് ഈ കള വിതച്ചിട്ട് പോയത്? നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ഈ കാക്കയുടെ കൂട്ടിൽ കൊണ്ട് എന്ത് മുട്ടയിടും? കുയിൽ കൊണ്ട് മുട്ടയിടും. വേറെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കാക്കയുടെ മുട്ടിൽ അതുകൊണ്ട് ഇടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്തുകൊണ്ടായിരിക്കാം ഈ ഗോതമ്പിൻ്റെ ഇടയെ കൊണ്ട് കള വിതച്ചത്? പ്രത്യേക ഉദ്ദേശങ്ങൾ കാണും. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് 4 ഐഡിയ എൻ്റെ മനസ്സിൽ കടന്നു. ഒന്ന്, ഗോതമ്പിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്യുക? ഇടിച്ച് കളയുക. നല്ല മാർക്കറ്റുള്ള വിഭവമാണ്, അതിൻ്റെ മാർക്കറ്റ് ഇല്ലാതാക്കി തീർക്കുക. 2, ഗോതമ്പിൻ്റെ ഗുണമേന്മ ഇല്ലാതാക്കി തീർക്കുക. അത് ഗുണമുള്ള സാധനമാണ്, അത് ഇല്ലാതാക്കി തീർക്കുക. 3, ഗോതമ്പിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുക. നീ വളരാൻ പാടില്ല, ഞാൻ വളർന്നിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നീ വളരാനായിട്ട് പാടില്ല. 4, ഗോതമ്പിനെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കുക. അപ്പോൾ ഇങ്ങനെ 4 കാരണങ്ങളാകാം. എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ഒരു പക്ഷെങ്കിൽ ഇതിനിടയ്ക്ക് കൊണ്ട് ഗോതമ്പിൻ്റെ ഇടയിൽ കൊണ്ട് കള വിതച്ചിട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ മാർക്കറ്റിൽ നല്ലൊരു സാധനം എപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയാൽ ഉടനെ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് അറിഞ്ഞുകൂടെ. ഏത് സന്ദർഭത്തിൽ ഒരു ലോകത്തിൽ ഒരു സാധനം ഇറങ്ങിയാൽ ഉടനെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. അതായത് ഒരു മനുഷ്യന് നല്ലൊരു ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കൊണ്ട് വേറൊരാളൊരു കടയിടും, അതേ ബിസിനസ് തൊട്ടടുത്ത് തുടങ്ങും. ആരെയും നന്നാക്കുവാനായിട്ട് സമ്മതിക്കത്തില്ല, ആരും മുമ്പോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. പല രാജ്യങ്ങളും ഇറക്കിയിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും അവരുടേതല്ല, ആ രാജ്യത്തിൻ്റെ അല്ല. മറ്റുള്ള രാജ്യങ്ങൾ ഇറക്കിയത് കണ്ടുപിടിച്ചിട്ട് അവർ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയത്. ഇന്ന് ലോകത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും ഒരുപാട് വിഷയങ്ങൾ, ഇലക്ട്രോണിക് ഉണ്ട്, മെഡിക്കലുണ്ട്, അങ്ങനെയുള്ള മെഡിസിനുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളും ആദ്യം പുറത്തിറക്കിയത് യഹൂദനാണ്. അവരാണ് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തത്. അവരെപ്പോലെ സംഭാവന ചെയ്തായിരിക്കുന്നൊരു വംശം ലോകത്തിലില്ല.
അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേലുണ്ടായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? നീ ഒരു അനുഗ്രഹമായിത്തീരും. അത് യാഥാർത്ഥ്യമാണ്. അബ്രഹാം മുഖാന്തരം, അബ്രഹാമിൻ്റെ തലമുറ മുഖാന്തരം, ഈ വംശം മുഖാന്തരം ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് കിടക്കുകയാണ്. അതിലേറ്റവും വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ്. അതെന്താണ്? അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ കൂടി വന്നായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എന്ത് നമുക്ക് ലഭിച്ചു? രക്ഷ ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത ആത്മീയവും ഭൗതികമായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരവകാശം നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്പെട്ടായിരിക്കുന്ന വിഷയമാണ്. ഇവിടെ ഞാറും കളയും എന്ത് ചെയ്യുന്നു? ഒരേ സമയത്ത് ഒന്നിച്ച് വളരുകയാണ്. ഞാറ് വളർന്ന് കതിരായപ്പോൾ എന്തും മനസ്സിലാകുന്നു? കളയും കാണപ്പെട്ടു. ഗോതമ്പ് ഏകദേശം കതിരായി വരുമ്പോൾ കളയും അവിടെ കാണുകയാണ്. ഇതുവരെയും ഇവർ ഒന്നിച്ചാണ് വളർന്നു വന്നത്. കാഴ്ചയ്ക്ക് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പച്ചിപ്പുണ്ട്, കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുകയില്ല, ഒരുപോലെയാണ് വളരുന്നത്. ഇതും എന്ത് ചെയ്തു? ഗോതമ്പിൻ്റെ വളം വലിച്ചെടുത്തു. ഞാറിൻ്റെ തണലിൽ എന്ത് വളർന്നു? കളയും വളർന്നു. അതിൻ്റെ അനുഭവങ്ങളെല്ലാം പ്രാപിച്ച് അതും വളർന്നു. ആനുകൂല്യങ്ങളെല്ലാം ഇതും പറ്റി. പക്ഷേ ഗോതമ്പിനെ കതിരിട്ടപ്പോൾ മനസ്സിലായി കൂടെ നിൽക്കുന്നത് ഒറിജിനലല്ല, അത് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റാണ് എന്ന് മനസ്സിലായി. അതുവരെയും അത് വളർന്നു വരികയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്നിൽ എന്തായാലും ഫലം ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷെങ്കിൽ നിന്നിൽ ഫലം ഉണ്ടാകാനായിട്ട് പാടില്ല. മറ്റുള്ളവനെ നശിപ്പിക്കുക, മറ്റുള്ള ഫലത്തെ ഇല്ലാതാക്കി തീർക്കുക, ഇതാണ് സാത്താൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അത് സാത്താന് ഇങ്ങനെ ലോകത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയും ആത്മീയ മണ്ഡലങ്ങളിൽ ഇത്തരം കളകളുമുണ്ട്. ക്രൈസ്തവ സഭകൾ ഇത്രയുണ്ട്. ശരി ഏതാ തെറ്റാണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുകയില്ല. പക്ഷെങ്കിൽ കതിരിടുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റുക. എന്നാൽ നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഫലം കൊണ്ട് നമുക്ക് വിഷയത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരിക്കൽ കർത്താവ് ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ട് അവൻ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കൂടെ വളർന്നുണ്ട്, പച്ചിപ്പുണ്ട്, പുഷ്ടിപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കൽ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. 27-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അഥവാ യജമാനയുടെ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്നു. യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ദാസന്മാർ വന്നിട്ട് ചോദിക്കുകയാണ്, യജമാനെ, നമ്മൾ നല്ല വിത്തല്ലയോ വിതച്ചത്? പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടല്ലയോ നമ്മൾ വിതച്ചത്? അങ്ങക്ക് ഒരിക്കലും അബദ്ധം പറ്റുകയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കള ഇവിടെ വരുവാനുള്ള സാധ്യത? എങ്ങനെയാണ് ഇവിടെ കള വന്നത്? എന്താണ് സംഭവിച്ചത്? യജമാൻ ഒരിക്കലും പറയുന്നില്ല വേലക്കാരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊരിക്കലും പറയുന്നില്ല. പറയുന്നിട്ടില്ല. അവിടെ നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാണ്, ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവിടെ വേറൊരു വിഷയം അവിടെ പറയുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കള്ളനോട്ടുകൾ എപ്പോഴും കമ്പോളത്തിൽ ഉണ്ടായിരിക്കും. നല്ല നോട്ടിനോടുകൂടി എപ്പോഴും കള്ളനോട്ട് ഉണ്ടായിരിക്കും. കണ്ടാൽ അത് ഒറിജിനലാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. കുറച്ച് നാളുകൾ ഈ കള്ളനോട്ടുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരിക്കൽ ഇത് പിടിക്കപ്പെടും. അധികകാലങ്ങളൊന്നും ദുഷ്ടത ലോകത്തിൽ നീണ്ടു നിൽക്കുകയില്ല. എത്ര ഉന്നതനായിരുന്നാലും എത്ര പ്രബലനായിരുന്നാലും ദുഷ്ടത ഒരിക്കൽ പിടിക്കപ്പെടും. അനീതി പിടിക്കപ്പെടും. പാപം ഒരിക്കൽ പിടിക്കപ്പെടും. ദൈവനം പറയുന്നത് നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും എന്നാണ്. പാപം നിന്നെ കണ്ടെത്തും. സിൻ വിൽ ഫൈൻഡ് യു അപ്പ്. നമുക്ക് കുറച്ചാൾ മൂടി വെച്ച് പോകാം, പക്ഷെ ഒരിക്കൽ അത് പിടിക്കപ്പെടും. ഇവിടെ കർത്താവ് പറയുന്നത് ഇത് എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഈ കള്ളനോട്ട് കൊണ്ടുവന്നതിനെയും പിടിക്കും,
കള്ളനോട്ട് ഉപയോഗിച്ചവനെയും പിടിക്കും, ഒരുപാട് നിരപരാധികളും പിടിക്കപ്പെടും. അപ്പോൾ ചോദിക്കും, ഈ നിരപരാധി എന്ത് ചെയ്തു? പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് അവരും അനുഭവിക്കേണ്ടി വരികയാണ്, നിരപരാധികൾ അനുഭവിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ് മറുപടി? അവർ ചോദിച്ചതിന് മറുപടി കർത്താവ് പറയുന്നത്, ഇത് ശത്രു ചെയ്തതാകും. നിങ്ങളെ പഴിക്കുന്നില്ല, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടൊന്നുമല്ല, പക്ഷേ ആര് ചെയ്തതാണിത്? ശത്രു ചെയ്തതാകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ന്യായമായൊരു ചോദ്യമുണ്ടല്ലോ, ശത്രു ഇത് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ന്യായമായും തടഞ്ഞില്ല? അങ്ങക്ക് തടയാമായിരുന്നല്ലോ, ശത്രുവിനെ അവിടുന്ന് പുറത്താക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് തടഞ്ഞില്ല? പക്ഷെങ്കിൽ ഇവിടുത്തെ ഒരു വിഷയം അത് അനുവദിച്ചു. എവിടെ വരെ ഇത് പോകും എന്ന് യജമാനൻ അനുവദിച്ചു. ചെറുപ്പത്തിലേ പറിച്ച് കളയാമായിരുന്നു, പക്ഷേ എവിടെ വരെ പോകുമെന്ന് കാണട്ടെ എന്ന് സമ്മതിച്ചു. 27-ാം വാക്യത്തിൽ അവർ പറയുകയാണ്, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. ദാസന്മാർ യജമാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ പോയി കള പറിച്ചു കളവാൻ ഞങ്ങൾക്ക് അനുവാദം ഉണ്ടോ? സ്വയമായിട്ട് അവർ പറിക്കാനായിട്ട് പോയില്ല, യജമാനൻ്റെ അനുവാദത്തോടു കൂടി വേണം ഇത് ചെയ്യുവാൻ. അതുകൊണ്ട് ഞങ്ങൾ പോയി ഇത് പറിച്ചു കളവാനായിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ? ഞങ്ങളെ അനുവദിച്ചാൽ ഞങ്ങളെ കള മുഴുവൻ പറിച്ച് കൂട്ടി ഇടാം എന്നവർ പറയുകയാണ്. അങ്ങ് യേസ് എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാണ്. അതിന് മറുപടി കർത്താവ് എന്താ പറഞ്ഞ 29-ാം വാക്യത്തിൽ, അതിന് അവൻ ഇല്ല, നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. ഒരു പക്ഷെ നിങ്ങൾ ഈ ഞാറ് നട്ട് കാണും, വളമിട്ട് കാണും, അതൊക്കെ ചെയ്ത് കാണും, പക്ഷേ കള പറിക്കുവാൻ നിങ്ങൾക്ക് അനുവാദം ഞാൻ തരത്തില്ല. കാരണം അത് പറയുന്നുണ്ട്, കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ ഉഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. അപ്പോൾ വളരാനായിട്ട് യജമാനൻ പെർമിഷൻ അവിടെ കൊടുത്തിരിക്കാൻ, നിങ്ങളിപ്പോൾ പറിക്കേണ്ട, നിങ്ങൾക്ക് പറിക്കുവാനുള്ള അനുവാദവും ഇല്ല, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരത്തില്ല. കാരണം ഈ കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ എക്സ്പേർട്ടല്ല. വിതയ്ക്കുവാൻ നിങ്ങൾക്ക് പറ്റി, വളമിടുവാൻ പറ്റി, പക്ഷേ പിഴുത് കളയുവാൻ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പേർട്ടല്ല, നിങ്ങൾ പരിചയസമ്പന്നരല്ല. കാരണം നിങ്ങൾ കളപറിക്കാൻ പോയാൽ അബദ്ധത്തിൽ ഗോതമ്പും കൂടെ പിഴുതു. ചെറിയ ഒരു ഗോതമ്പ് തൈ പിഴുതാലും അതെനിക്ക് വിലയേറിയതാണ്, അത് നശിച്ചു പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ പരിചയസമ്പന്നരല്ലാത്തതുകൊണ്ട് ഈ ഡ്യൂട്ടി ചെയ്യുവാൻ, ഈ ദൗത്യം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. കാരണം ഗോതമ്പിൻ്റെ വേരും കളയുടെ വേരും തമ്മിൽ പിണഞ്ഞു കിടക്കുക. അത് പറിക്കുക എന്ന് പറയുന്നത് അതീവ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വേണ്ടാത്തതിൻ്റെ കൂടെ വേണ്ടതും കൂടി പറിച്ചാണ്. അത് അബദ്ധത്തിൽ പറിച്ചു പോകും. രണ്ടും അവിടെ നിൽക്കട്ടെ, കൊയ്ത്ത് വരെ ഒന്നിച്ചവിടെ നിൽക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം, വളർത്തിക്കൊണ്ട് വന്നിട്ട് പറിച്ചു കളയും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകത, വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം താർത്ത് കളയും. പക്ഷേ ശ്രദ്ധിക്കുക, ഇതിനെ ചെറുപ്പത്തിലെ പറിച്ച് കളയുകയാണെങ്കിൽ, ഈ കള ചെറുപ്പത്തിലെ പറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമാണ്, ആരും ശ്രദ്ധിക്കത്തില്ല, നിസ്സാര കാര്യമാണ്. വളർന്ന് കഴിഞ്ഞ ശേഷം പറിച്ച് കളയാന്നുണ്ടെങ്കിൽ അതൊരു സംഭവമായി മാറും. മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ആരംഭത്തിലെ നശിപ്പിച്ച് കളഞ്ഞാൽ അതാരും വലിയ ഗൗരവമായിട്ടെടുക്കത്തില്ല. വളർന്ന ശേഷം നശിപ്പിച്ച് കളഞ്ഞാൽ വലിയൊരു സംഭവമായി മാറും. ഇസ്രായേലിന് അറിയാമായിരുന്നു ഹമാസ് ഗാസയിൽ വൻ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് അവർക്കറിയാമായിരുന്നു. വൻതോതിൽ ആയുധങ്ങൾ അവിടെ കടത്തുന്നു എന്നുള്ളത് അവർക്കറിയാമായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ സ്കൂളിൻ്റെ ഒക്കെ അടിയിൽ
ധാരാളം തുരങ്കങ്ങളും ആയുധങ്ങളൊക്കെ ശേഖരിക്കുന്നു എന്നുള്ളതും അവർക്ക് അറിയാമായിരുന്നു. അവരത്ര മണ്ടന്മാരൊന്നുമില്ല. എത്രയോ വർഷങ്ങളെടുത്തുകൊണ്ടാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത്. അവർക്കറിയാമായിരുന്നു. പക്ഷെങ്കിൽ അവരും ചിന്തിച്ചു എവിടം വരെ പോട്ടെ എന്ന് അവർ പരിശോധിച്ചു. പക്ഷേ അവസാനം എന്ത് ചെയ്തു? പറിച്ച് ദൂരെ കളഞ്ഞു. താർക്കേണ്ടതെല്ലാം താർത്തു. ലോകത്തിൽ അത് വലിയ സംഭവമായി മാറി. ആരംഭത്തിൽ തടഞ്ഞിരുന്നുവെങ്കിൽ അത് സംഭവമാവുമായിരുന്നില്ല. ഇപ്പോൾ താർത്തപ്പോൾ ലോകത്തിൽ മുഴുവൻ അതൊരു സംഭവമായി മാറി. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. വളരട്ടെ. ഒരു സമയം വരുമ്പോൾ നമുക്ക് പറിച്ച് അതിനെ എന്ത് ചെയ്യാം? ചുട്ടുകളയാം എന്നവിടെ പറയുകയാണ്. ഈ മനുഷ്യനെ, ഈ ദാസന്മാരെ എന്ത് ചെയ്യുന്നില്ല? അവരെ അത് പറിച്ച് കളവാനായിട്ട് അനുവദിച്ചില്ല. അവർക്ക് പറിച്ച് കളയാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് പറിച്ച് കളവാനായിട്ട്. പക്ഷെ അത് നടന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ചില പദ്ധതികൾ. ഇങ്ങനെയൊക്കെയാണ്. ദാവീദിന് വലിയ ആഗ്രഹമായിരുന്നു ദേവാലയം പണിയുക എന്നുള്ളത്. വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാം ദാവീദിന് കൊടുത്തു. എല്ലാം കൊടുത്തു. വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കാലത്ത് ഞാൻ ഒരു ആലയം പണിയുക എന്നുള്ളത്. പക്ഷെങ്കിൽ അത് യാഥാർത്ഥ്യമായോ? ഇല്ല. അവൻ്റെ മകനായിരിക്കുന്ന ശലോമോനാണ് പണിത്. പക്ഷേ ദാവീദ് അത് കണ്ടു. ഇവിടെ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ദാസന്മാർ വലിയ ആഗ്രഹമായിരുന്നു അത് പറിച്ചു കളവാനായിട്ട്. പക്ഷേ അവരുടെ ആഗ്രഹം നടന്നില്ല. നാം സഭാചരിത്രം ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഒട്ടനവധി കളകൾ സഭയ്ക്കുള്ളിൽ വളർന്നു വന്നിട്ടുണ്ട്. ധാരാളം കളകൾ, ധാരാളം ദുരുദ്ദേശങ്ങൾ, ധാരാളം ദുരുദ്ദേശക്കന്മാർ സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതെല്ലാം കാലത്തിൻ്റെ ഓരോ സമയമായപ്പോഴേക്കും നശിച്ചു പോയിട്ടുണ്ട്. എന്നാൽ വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ചില സഭാ നേതാക്കന്മാർക്കൊക്കെ കള പറിച്ചു കളയാൻ വലിയ ആഗ്രഹമാണ്. അവരൊരിക്കലും വിതയ്ക്കാൻ പോകത്തില്ല, നടാനും പോകത്തില്ല, വളമിടുവാനും പോകത്തില്ല, വെള്ളമൊഴിക്കത്തില്ല. പറിച്ചു കളവാനായിട്ട് വലിയ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ വിശദീകരണത്തിൽ പോകുന്നില്ല. കർത്താവ് പറഞ്ഞ പോലെ ചെവിയുള്ളവൻ. ഇവിടെ പറയുമ്പോൾ കള വളരുവാൻ പാടില്ല. ഒരിക്കലും കള ഗോതമ്പിൻ്റെ കൂടെ ഒരിക്കലും വളരുവാനായിട്ട് പാടില്ല. അത് ശരിയായ കാര്യമല്ല. കള എപ്പോഴും അപകടമാണ്. കള ദോഷം ചെയ്യുന്നതാണ്. കള കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷേ കർത്താവ് പറയും, നിങ്ങൾ പറിച്ചാൽ, നിങ്ങളത് ചെയ്യുന്നുവെങ്കിൽ നല്ലതും കൂടെ പറിക്കും. ഞാൻ വേറെ ചില ആൾക്കാരെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കാമെന്നൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ വേറെ ചില ആൾക്കാരെ ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ സമയമാകുമ്പോൾ ആ ദൗത്യം ചെയ്തു പോകും. ഈ ദാസന്മാർക്ക് സന്തോഷമാണോ ഉണ്ടായത്? സങ്കടമാണോ? എന്തുവാ? ഈ ദാസന്മാർക്ക് സങ്കടമുണ്ടായോ അതോ പ്രയാസമുണ്ടായോ? തികച്ചും സങ്കടമുണ്ടായി. ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ, ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ, ഞങ്ങളുടെ യജമാനൻ്റെ അല്ല ഇത്, ഞങ്ങളും കൂടി അധ്വാനിച്ചതാണല്ലോ. അപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അവർക്ക് നടന്നില്ല. 30-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, കൊയ്ത്ത് കാലത്ത്, ശ്രദ്ധിക്കണം, കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയ്ക്കൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട്? കൊയ്ത്തുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, നിങ്ങളെൻ്റെ വേലക്കാരാണ്, നിങ്ങളെൻ്റെ ദാസന്മാരാണ്, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാ. പക്ഷേ വേറൊരു ഗ്രൂപ്പിനോട് ഞാൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്, അവരാണ് കൊയ്ത്തുകാർ. അവരോട് പറയുകയാണ്, കർത്താവോട് പറയുക, നാം കാണുന്നത് ഇവിടെ യജമാൻ്റെ ദാസന്മാരോട് പറയുന്നത്, കളകൾ കൊയ്ത്ത് കാലം വരെ ഗോതമ്പിനോടൊപ്പം വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ എന്തു ചെയ്യുന്നു? കൊയ്ത്തുകാർ എന്തു ചെയ്യും? കളയും ഗോതമ്പും തമ്മിൽ വളരെ ഭംഗിയായ രീതിയിൽ അവർ വേർതിരിക്കും.
ഇവിടെ ഈ കളയുടെ അന്ത്യം എങ്ങനെയാകുമെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ കൊയ്ത്ത് സമയമാകുമ്പോൾ അറിയാം എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത്. അതുവരെ ഒന്നിച്ച് കൂട്ടമായി നിൽക്കും. പക്ഷേ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴാണ് അറിയുന്നത് ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കൊയ്ത്തുകാർ ദൂതന്മാരാണ് എന്ന് കർത്താവ് പറയുകയാണ്. ദാസന്മാരെക്കാട്ടിലും നന്നായിട്ട് ആർക്ക് കളപറിക്കാൻ അറിയാം? ദൂതന്മാർക്ക് അറിയാം, കൊയ്ത്തുകാർക്ക് അറിയാം. കാരണം ദാസന്മാർ നിങ്ങൾ എക്സ്പെർട്ടല്ല. പക്ഷെങ്കിൽ എനിക്കൊരു കൊയ്ത്തുകാരെന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവർ ദൂതന്മാരാണ്. അവർക്കൊരിക്കലും അബദ്ധം പറ്റുകയില്ല, അവരുടെ കൈകൾക്കൊരിക്കലും അബദ്ധം പറ്റുകയില്ല. വളരെ സെൻസിറ്റീവായിട്ട്, വളരെ ശ്രദ്ധാപൂർവം, ഒരബദ്ധവും പറ്റാതെ അവരത് പറിച്ചു മാറ്റിക്കൊള്ളും എന്ന് പറയുകയാണ്. ആ ദൗത്യം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇത് ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുക. ശിക്ഷാവിധി നടത്തുവാൻ, ന്യായവിധി നടത്തുവാൻ, അതെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ കളയും ഗോതമ്പും വേർതിരിച്ചിട്ടില്ല, അവ ഒരുമിച്ച് വളരുകയാണ്. എന്നാൽ ഒരു സമയം വരുന്നുണ്ട്, ആ സമയം വരുമ്പോൾ കളകൾ പറിച്ച് കൂട്ടിയിട്ട് ചുട്ടുകളയും, കളകളെല്ലാം ചുട്ടുകളയും. പക്ഷെ ഗോതമ്പുകൾ എവിടെ വരും? എൻ്റെ കളപ്പുരയ്ക്കൽ വരും. അവർ ഭംഗിയായിട്ടത് വേർതിരിച്ച് നന്നാക്കി ക്രമീകരിച്ചിട്ട് അവസാനം ഈ കൊയ്ത്തുകാർ നല്ല വിത്തുകൾ, ഗോതമ്പിൻ്റെ വിത്തുകൾ, എനിക്കൊരു കളപ്പുരയുണ്ട്, അവരവിടെ കൊണ്ടുവന്നുള്ളൂ എന്ന് പറയുക. ഒരുപാട് ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നാം ഇപ്പോൾ വസിക്കുന്ന ഈ കൃപായുഗം, നാം ഇപ്പോൾ സഭായുഗത്തിലാണ്. ഈ സഭായുഗം എന്ന് പറയുന്നത് സുശേഷീകരണത്തിലുള്ള സമയമാണ്. സഭായുഗം സുശേഷീകരണത്തിന് വേണ്ടിയുള്ളതാണ്. സഭായുഗം ഒരിക്കലും ന്യായവിധിക്ക് വേണ്ടിയുള്ളതല്ല. സഭായുഗത്തിൽ ആരെയും ന്യായം വിധിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സുശേഷീകരണത്തിലുള്ള അറിയിക്കുന്ന സമയമാണ്. സഭയുടെ ദൗത്യം സുശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സഭയെ ന്യായം വിധിക്കുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിട്ടില്ല. എന്താണ് നാം ചെയ്യേണ്ടത്? പാപത്തിനും അധാർമ്മ്യതയ്ക്കും എതിരായിട്ട് നാം പ്രസംഗിക്കുക, പാപത്തിന് വിരോധമായി പ്രസംഗിക്കുക, ആത്മാക്കളെ നേടുക, ആത്മാക്കളെ സമ്പാദിക്കുക, സ്വർഗ്ഗരാജ്യത്തിലോട്ട് അവരെ നയിക്കുക. ഇതാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ എന്ന് പറയുന്നത്. എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമ അതാണ്, ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. പറിച്ചു കളവാനായിട്ടല്ല ദൈവം ആക്കി വച്ചിരിക്കുന്നത്, അത് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. ഇവിടെ പറയുമ്പോൾ ദുഷ്ടൻ്റെ പുത്രന്മാരെയും രാജ്യത്തിൻ്റെ പുത്രന്മാരെയും വേർതിരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. അതെപ്പോഴാണ്? ലോകാവസാനത്തെങ്കിൽ അത് സംഭവിക്കും എന്നവിടെ പറയുക. ലോകാവസാനം വരികയാണ്. ആ സമയത്ത് ദുഷ്ടൻ്റെ പുത്രന്മാരെയും രാജ്യത്തിൻ്റെ പുത്രന്മാരെയും തമ്മിൽ വേർതിരിക്കും. അതുകൊണ്ട് ലോകാവസാനം വരെ ഈ ഗോതമ്പും കളയും ഒന്നിച്ച് വളരും. ഈ ലോകത്തിൽ ഗോതമ്പും കളയും ഒരുപോലെ വളരുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതി, ഈ ദുഷ്ടന്മാർ എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്തിനാണ്? പക്ഷേ ദൈവം അത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. രണ്ടും ഒന്നിച്ച് വളരട്ടെ. ഒരു സമയം വരുമ്പോൾ ഒരു മഹാസംഭവമാക്കി തീർക്കുവാൻ ദൈവം അവരെ ന്യായം വിധിക്കും എന്ന് കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാം ദുഷ്ടന്മാരും അനുഭവിക്കുന്നുണ്ട്, നല്ലവരും അനുഭവിക്കുന്നുണ്ട്, എല്ലാം അനുഭവിക്കുകയാണ്. ഒരിക്കലൊരു സമയം വരുന്നുണ്ട്, അത് വേരോടെ പറിച്ച് കളയുന്ന സമയം വരും. വേരോടെ പറിച്ച് കളയുന്ന ആ സമയം വരുമ്പോൾ, ന്യായവിധിക്ക് വേണ്ടി പറിച്ച് കളയുമ്പോൾ, അന്ന് അവർ ചോദിക്കും, അയ്യോ കർത്താവേ, ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു, ഞാനും അതിൽ പങ്കെടുത്തു, എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചും ഒക്കെ നിൽക്കുകയായിരുന്നു, ഞാനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇന്ന് രാത്രികാലം വളരെ സ്നേഹത്തോടുകൂടി ഒരു ചോദ്യം
ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഈ വീഡിയോ കൂടി ശ്രദ്ധിക്കുന്ന അനേകരുണ്ടായിരിക്കും. വളരെ സ്നേഹത്തോടുകൂടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാം കളയായിട്ടാണോ വളരുന്നത് അതോ ഗോതമ്പായിട്ടാണോ വളരുന്നത്? കളയായിട്ടാണ് വളരുന്നതെങ്കിൽ നാം ഒരു ഡേഞ്ചറസ് സോണിലാണ് എന്ന് മനസ്സിലാക്കണം. അപകടം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് 2 ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം പഠിച്ചിട്ടുണ്ട്. അതായത് മഹോദയത്തിന് മുമ്പായിട്ട് അവൻ്റെ മേഘപ്രത്യക്ഷത നടക്കുന്നു. അതിനെ മേഘപ്രത്യക്ഷത എന്നാണ് പറയുന്നത്. അത് മേഘത്തിൽ സഭയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നു. രണ്ടാമത്തത് മഹോദയത്തിന് ശേഷമായിട്ട് നടക്കുന്നതാണ്. അതിനെ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നു. അത് സഭയുമായിട്ട് ക്രിസ്തു ഭൂമിയിലോട്ട് വരുന്നു. 1 സഭയ്ക്ക് വേണ്ടി കർത്താവ് മേഘത്തിൽ വരുന്നു. 2 കൊണ്ടുപോയ സഭയുമായിട്ട് കർത്താവ് ഭൂമിയിലോട്ട് വരും. അത് ഭൂമിയിൽ വരുന്നു. ഈ 2 പ്രത്യേകത എന്ന് പറയുന്നത്, മേഘപ്രത്യക്ഷതയിൽ വിശ്വാസികൾ എടുക്കപ്പെടുന്നു, മഹത്വപ്രത്യക്ഷതയിൽ അവിശ്വാസികൾ തള്ളപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കൂട്ടരെ നിത്യ ന്യായവിധിക്കായിട്ട് എടുക്കപ്പെടുന്നു. അതായത് ഗോതമ്പിനെ നിത്യജീവനായിട്ട് എടുക്കപ്പെടുന്നു. ഗോതമ്പിനെ നിത്യജീവനായിട്ട് കർത്താവ് എടുക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരെ നിത്യന്യായവിധിക്കായിട്ട് തള്ളപ്പെടുന്നു. അത് കളയെ നിത്യന്യായവിധിക്ക് വേണ്ടി കർത്താവ് തള്ളിക്കളയാണ്. ഒരു കൂട്ടർ നീതിയിലേക്ക് പോകുമ്പോൾ വേറൊരു കൂട്ടർ എന്ത് ചെയ്യുന്നു? കളപ്പുരയിലോട്ട് പോകും. നാം ഒന്ന് ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയം, നാം ഏത് കൂട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതൊന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിൽ പാർത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മയും അനുഭവിച്ചിട്ട് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് അവസാനം ന്യായവിധിയിലോട്ടാണ് പോകുന്നതെങ്കിൽ എത്രയോ നിർഭാഗ്യകരമാണ് ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ പാർക്കുവാനായിട്ട് അവസരം നൽകിയിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സ്വത്താണ്. ഈ ലോകം അവൻ്റെ സ്വത്താണ്. ഇതിൽ പാർക്കുവാനായിട്ട് ദൈവം അനുവാദം തന്നു. ഇതിലെ നന്മയെല്ലാം ആസ്വദിച്ചിട്ട്, ഫ്രീ ആയിട്ട് ആസ്വദിച്ചിട്ട് അവസാനം നിത്യന്യായവിധിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഭയാനകമാണ്, ദുഃഖകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 16:26 പ്രാരംഭം വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ പാർത്ത് ഇതിലെല്ലാം ആസ്വദിച്ചിട്ട് അനുഭവിച്ചിട്ട് അവസാനം തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് ഈ ഭൂമിയിൽ ജീവിച്ചെന്നിട്ട് എന്ത് പ്രയോജനം എന്ന് പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാലാകാലങ്ങളായിട്ട് ഈ യജമാനെ അറിയുവാൻ, യജമാൻ്റെ സ്നേഹത്തെ അറിയുവാൻ, യജമാൻ്റെ ദാസന്മാരായി തീരുവാൻ, യജമാൻ്റെ പാതയെ സഞ്ചരിപ്പാൻ, അവൻ പറയുന്ന പോലെ ജീവിപ്പാൻ, അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പാലിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. 41-43 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടുന്ന് വായിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. 41 വാക്യത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, മനുഷ്യപുത്രൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ കൊയ്ത്തുകാരായിരിക്കുന്ന ദൂതന്മാരെ കള പറിച്ച് കളവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. അവർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന്, അവർ യജമാനൻ്റെ രാജ്യത്തിൽ നിന്ന് ഇടർച്ചകളെയും അഥവാ ഇടർച്ച വരുത്തുന്നവരെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് കെട്ടുകളാക്കിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? തീച്ചൂളയിലേക്ക്
വലിച്ചെറിയുകയാണ്. ഈ വാക്യങ്ങളിലൂടെ നാം സൂക്ഷ്മമായിട്ട് കടന്നു പോകുമ്പോൾ കളകൾ പറിക്കുന്ന കൃത്യമായ സമയം എപ്പോഴാണ് നമുക്ക് അറിയത്തില്ല. സമയത്തെപ്പറ്റി പറയുന്നില്ല. 40-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് ഇപ്രകാരമാണ്: അത് ലോകാവസാനത്തെങ്കിൽ സംഭവിക്കും എന്ന് പറയും. ലോകാവസാനത്തിൽ സംഭവിക്കും എന്ന് പറയും. ഇവിടെ പറയുന്ന ലോകാവസാനം എപ്പോഴാണ്, അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇതിനെപ്പറ്റി 2 അഭിപ്രായങ്ങൾ വേദ പഠിതാക്കളുടെ ഇടയിലുണ്ട്. ഒന്ന്, ഒരു പക്ഷെങ്കിൽ ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലായിരിക്കാം നടക്കുന്നത്. കർത്താവ് സഭയുമായിട്ട് ഭൂമിയിൽ വരുമ്പോൾ ആയിരിക്കാം നടക്കുന്നതെന്ന് ഒരഭിപ്രായമുണ്ട്. സഭ ക്രിസ്തുമായി ഭൂമിയിൽ വരുമ്പോൾ ലോകാവസാനം സംഭവിക്കുന്നു. ഈ സമയത്തായിരിക്കാം കളകളാകുന്ന ദുഷ്ടന്മാരെ ന്യായം വിധിച്ച് തള്ളുന്നതെന്ന് ഒരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 1000-ാം ആണ്ട് വാഴ്ചയുടെ അവസാനം, 1000 ആണ്ട് ഭൂമിയിൽ പാർത്ത അവസാനം, ലോകാവസാനം സംഭവിക്കുകയാണ്. ആ സമയത്ത് സകല യുഗങ്ങളും ജീവിച്ചിരുന്ന സകല അഭക്തന്മാരെയും കൂട്ടിവരുത്തിയിട്ട് അവസാനം നിത്യ നരകത്തിലോട്ട് തള്ളിക്കളയും. അങ്ങനെ സർവ്വയുഗങ്ങളിലും പാർത്തിരുന്ന സകല കളകളെയും ശേഖരിച്ച് അവസാനം നിത്യ ന്യായവിധിയിലിട്ട് തള്ളിക്കളയാണ്. അതിന് നിത്യ നരകം എന്ന് പറയുന്നു. ഇതിലേതെങ്കിലും ഒരു സമയത്തായിരിക്കാം ഇത് നടക്കുന്നത്. എപ്പോൾ നടന്നാലും അത് നമ്മുടെ വിഷയമല്ല. ഒരു കാര്യം വ്യക്തമാണ്: കളകളെല്ലാം അവസാനം ന്യായവിധിക്ക് വേണ്ടി ചുട്ടുകളയുന്നായിരിക്കേണ്ട സമയമുണ്ട്. അഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കേണ്ട സ്ഥലത്തെപ്പറ്റി തിരുവെഴുത്തമ്മ പഠിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13-40 വാക്യത്തിൽ വായിക്കുന്നത് തീച്ചൂള എന്ന് വായിക്കുന്നു. മർക്കോസ് 9:44 വായിക്കുന്നത് കെടാത്ത തീയായിരിക്കുന്ന നരകം എന്ന് വായിക്കുന്നു. മത്തായി 25:41 വായിക്കുന്നത് നിത്യ അഗ്നി എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19:20 വായിക്കുന്നത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്ന് പറയും. ഇതെല്ലാം ഒരേ അവസ്ഥയാണ്. അവസാനം ദുഷ്ടന്മാർക്ക് വേണ്ടി, കളകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഇത് എന്ന് പറയുകയാണ്. അവിടെ ബന്ധങ്ങളില്ല, അവിടെ കൂട്ടുകൂടലില്ല, അവിടെ കൂട്ടായ്മകളില്ല, അവിടെ സൗഹൃദങ്ങളില്ല, അവിടെ ആശ്വാസമില്ല, അവിടെ ഉന്മാദങ്ങളില്ല. രാപ്പകൽ ദണ്ഡനം മാത്രം. രാപ്പകൽ ദണ്ഡനമാണ്. വെളിപ്പാട് പുസ്തകം 20:10 വായിക്കുന്നത് രാപ്പകൽ ദണ്ഡനം മാത്രമാണ്. 42-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിൽ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഭയാനകമായിരിക്കുന്ന ന്യായവിധി, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു ന്യായവിധി, ഒരു അവസ്ഥ. പല്ലുകടിക്കുന്ന എന്തിനാണ്? സാധാരണ എപ്പോഴാണ് നമ്മളൊക്കെ പല്ലുകടിക്കുന്നത്? ദേഷ്യം വരുമ്പോഴാണ്, ഇല്ലേ? ദേഷ്യം വരുമ്പോൾ, നിരാശ വരുമ്പോൾ പല്ലുകടിക്കും, ഇല്ലേ? വേദന ഉണ്ടാകുമ്പോൾ പല്ലുകടിക്കും. അങ്ങേ അറ്റത്തെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ നാം ഇങ്ങനെ പല്ലുകടിക്കും. സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മളെല്ലാവരും പല്ലുകടിക്കും. കടുത്ത വേദനയിൽ കൂടെ പോയപ്പോഴൊക്കെ നിങ്ങളെല്ലാം പല്ലുകടിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ആണി എടുത്തിട്ട് ഒരു കഥയിൽ ഇങ്ങനെ ചുറ്റി വെച്ചൊന്ന് അടിക്കുക. അടിച്ച കൂടത്തിൽ ആണിയെ കൊള്ളാതെ എവിടെ വന്ന് കൊണ്ടു? വിരലെ കൊണ്ട്. ചിരിക്കുമോ കരയുമോ? എന്താ ചെയ്യും? കണ്ണടച്ച് പല്ല് കടിച്ച് നിൽക്കുക. എന്താണ്? ഈ വേദന ഒന്ന് മാറിക്കിട്ടുവാൻ വേണ്ടി. പല്ല് കടിച്ചുകൊണ്ട് തന്നെ കണ്ണും അടച്ച് പല്ലും കടിച്ച് നിൽക്കും എന്ന് പറഞ്ഞ മാതിരിയാണ്. സഹിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അസഹനീയമായിട്ടുള്ള അവസ്ഥ. കരയുന്നുകൊണ്ട് മറ്റുള്ളവരെ ഓർത്തല്ല, എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. അത്രയോ മനോഹരമായിട്ടാണ് കർത്താവ് അവിടെ പറയും. ഇത് തീരുന്നതല്ല, ഇതിങ്ങനെ നിത്യമായ ദണ്ഡനമാണ് അവിടെ പറയും. എന്നാൽ കർത്താവ് വേറെ 43-ാം വാക്യത്തിൽ പറയുന്ന, അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ.
ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം, നീതിമാന്മാർ എന്ത് ചെയ്യുന്നു? ആ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. അഥവാ വിശുദ്ധന്മാർ നിത്യതയിൽ അവൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. സൂര്യൻ ജ്വലിച്ച് വരുന്നത് പോലെ അവ പ്രകാശിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ എത്ര പേര് സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടിട്ടുണ്ട്? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കന്യാകുമാരിയിൽ പോയി സൂര്യൻ ഉദിച്ചു വരുന്ന കാണാൻ വേണ്ടി തലേദിവസം രാത്രി ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പോയി രാത്രിയിൽ അവിടെ താമസിച്ച് വെളുപ്പിന് എഴുന്നേറ്റ് സൂര്യോദയം കാണാൻ പോയി. വലിയ ആഗ്രഹമായിരുന്നു. അത് കണ്ടു. വളരെ മനോഹരമായിട്ടാണ് അത് ഉദിച്ചു വരുന്നത്. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ കൂടി. ഞങ്ങൾ സ്റ്റുഡൻസ്, അധ്യാപകർ, സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഒരു ക്രിസ്തീയ ഗാനം, ഇംഗ്ലീഷൊരു പാട്ട് പാടിയപ്പോഴേക്കും പലയിടത്തായിട്ട് നിന്ന ആൾക്കാരെല്ലാം അവിടെ കൂടി വന്നു. പിന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ആ കുട്ടികൾ നന്നായിട്ട് പാട്ട് പാടി. അപ്പോൾ ഇത്രയും പേരവിടെ കൂടി വന്നപ്പോൾ നല്ലൊരു അവസരമായിരുന്നു ഞങ്ങൾക്ക് ആ പാട്ടിൻ്റെ പ്രത്യേകതയും ഉദയസൂര്യൻ്റെ മഹത്വത്തെപ്പറ്റി പറയാനിടയായത്. അവിടെ നിന്നുകൊണ്ട് അല്പസമയം കൂടി വന്നവരോട് അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ പറയാനിടയായത്. അത് വലിയൊരു അനുഭവമായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ്? നീതിമാന്മാർ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിന് സ്തോത്രം. നീതിമാന്മാർ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഇന്ന് നമുക്ക് കഷ്ടതയുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, രോഗമുണ്ട്. ശരിയായ രീതിയിൽ ആകേണ്ട അവസ്ഥയിൽ നാം ആയിട്ടില്ല, ആകാൻ പറ്റുന്നില്ല. ആഗ്രഹങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഇത് മാറും പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നാം പ്രവേശിച്ച് കഴിയുമ്പോൾ അന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് തേജോമയനായിരിക്കുന്ന കർത്താവിനെ നാം കാണും. ഉദയസൂര്യനെ പോലെ നാം അവിടെ പ്രകാശിക്കും എന്ന് വായിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും ശോഭിക്കും. കർത്താവിൻ്റെ മഹത്വം. നീതിമാന്മാരുടെ അവസ്ഥയാണ് നാം അവിടെ പ്രകാശിക്കാൻ പോകുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഉദയസൂര്യനായി അവിടെ ശോഭിക്കുമ്പോൾ നമുക്കും ഉദയസൂര്യനെ പോലെ, നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുവാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. തേജസ്സിൻ്റെ ശരീരമായിട്ട് സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ആ നിത്യതയിൽ യുഗായുഗങ്ങളോളം നാം പ്രകാശിക്കും. അത് എത്രയോ മനോഹരമായിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് നമ്മോടൊപ്പം ദുഷ്ടതയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇതിനെ വേർതിരിക്കുന്ന സമയമുണ്ട്. നമ്മെ അവൻ ഗോതമ്പ് മണിക്ക് തുല്യമായിട്ട് ആക്കിയിരിക്കുകയാണ്. നമ്മെ കൂട്ടിച്ചേർക്കുന്നതായിരിക്കുന്ന നിത്യതയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ബന്ധപ്പെട്ട് ഓടാം. കർത്താവ് നമ്മെ അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.